പ്രൈസ് ലോർഡ്. എൻ്റെ ദൈവത്തിന് സ്തോത്രം, എൻ്റെ ദൈവത്തിന് മഹത്വം, എൻ്റെ ദൈവത്തിന് സ്തുതി, എൻ്റെ ദൈവത്തിന് ആരാധന. ഹല്ലേലൂയ. 13-ാം സങ്കീർത്തനം ലാസ്റ്റ് വാക്യം പറയുന്നു. ആമേൻ. സർവശക്തനായ ദൈവത്തിൻ്റെ വചനം. ഹല്ലേലൂയ. അവസാന വാക്യം ഇങ്ങനെയാണ് പറയുന്നത്: ഞാനോ നിൻ്റെ കരുണയിൽ ആശ്രയിക്കുന്നു, എൻ്റെ ഹൃദയം അവിടുത്തെ രക്ഷയിൽ ആനന്ദിക്കും. യഹോവ എനിക്ക് നന്മ ചെയ്തിരിക്കുകൊണ്ട് ഞാൻ കർത്താവിന് പാട്ടുപാടും. വചനത്തിൽ ഇങ്ങനെയാണ് ബൈബിൾ കാണുന്നത്: ഞാനോ നിൻ്റെ ഹൃദയത്തിൽ ആശ്രയിക്കുന്നു, എൻ്റെ ഹൃദയം നിൻ്റെ രക്ഷയിൽ ആനന്ദിക്കും. യഹോവ എനിക്ക് നന്മ ചെയ്തിരിക്കൊണ്ട് ഞാൻ കർത്താവിന് പാട്ടുപാടും. ഞാനോ നിൻ്റെ കരുണയിൽ. ദൈവത്തിൻ്റെ കരുണപ്രകാരമാണ് നമ്മൾ ഓരോരുത്തരും രക്ഷയിലേക്ക് വരുവാൻ ഹല്ലേലൂയ ഇടയായത്. ആമേൻ. അതുകൊണ്ട് ആ ഒരു ഭക്തൻ പറയുകയാണ്, ഹല്ലേലൂയ, അവിടുത്തെ കരുണയിൽ ഞാൻ ആശ്രയിക്കുക കർത്താവേ. അപ്പോൾ തന്നെ എൻ്റെ ഹൃദയമുണ്ടല്ലോ, എന്നെ ആ രക്ഷിച്ച ആ ദൈവത്തെ ഒന്ന് സ്തുതിക്കാതിരിക്കാൻ എനിക്ക് കഴിയുമോ? ആമേൻ. അവിടുത്തെ രക്ഷയിൽ ഞാൻ ആനന്ദിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. എന്തുകൊണ്ടാണ്? എൻ്റെ പാപത്തിൽ നിന്നും ശാപത്തിൽ നിന്നും എൻ്റെ രോഗത്തിൽ നിന്നും എൻ്റെ ആമേൻ ചേറ്റിലും ചെളിയിലും കിടന്ന എന്നെ അപ്പാ നീ ആമേൻ രക്ഷിച്ചു, നിൻ്റെ മകനാക്കി, നിൻ്റെ മകളാക്കി, പ്രിയ പൈതലാക്കി നീ തീർത്തല്ലോ എന്ന സങ്കീർത്തനക്കാരൻ വിളിച്ചു പറയുമ്പോൾ, അല്ലയ യഹോവ ആമേൻ ചെയ്ത നന്മയോർത്ത് എനിക്ക് ചെയ്ത് നന്മ ചെയ്തിരിക്കൊണ്ട് ആമേൻ ഞാൻ കർത്താവിന് പാട്ട് പാടുമെന്ന് സങ്കീർത്തനക്കാരൻ വിളിച്ചു പറയണേ. ഒരു പാട്ടിൻ്റെ 2 വരികൾ ആമേൻ എനിക്ക് ആമേൻ കർത്താവ് തന്ന ഈണത്തിൽ ഞാൻ പാടുകയാണ്. ഞാനാരെ ഭയപ്പെടും എൻ്റെ വിശ്വാസ ജീവിതത്തിൽ, ഞാനാരെ ഭയപ്പെടും എൻ്റെ വിശ്വാസ ജീവിതത്തിൽ. ഭാരങ്ങളേറിടും സ്നേഹിതർ മാറിടും ജീവിത പാതകളിൽ, ഭാരങ്ങളേറിടും സ്നേഹിതർ മാറിടും ജീവിത പാതകളിൽ. യേശുവൻ്റെ കൂടെയുണ്ട്, എൻ്റെ കോട്ടയും ശരണവുമേ. യേശുവൻ്റെ കൂടെയുണ്ട്, എൻ്റെ കോട്ടയും ശരണവുമേ. ഒരു സൈന്യമെൻ്റെ നേരെ പാളയമിറങ്ങിയാൽ ഞാൻ ഭയപ്പെടില്ല. ഒരു സൈന്യമെൻ്റെ നേരെ പാളയമിറങ്ങിയാൽ ഞാൻ ഭയപ്പെടില്ല. സാരപാത്തിലും കരുത്തിലും ചൂരച്ചെടിയുടെ ചുവട്ടിലും, സാരപാത്തിലും കരുത്തിലും ചൂരച്ചെടിയുടെ ചുവട്ടിലും ഏലിയാവിനെ പോറ്റിയ ദൈവമെന്നെയും പോറ്റിടും. ഏലിയാവിനെ പോറ്റിയ ദൈവമെന്നെയും പോറ്റിടും. യേശുവൻ്റെ കൂടെയുണ്ട്, എൻ്റെ കോട്ടയും ശരണവുമേ. ഒരു സൈന്യമെൻ്റെ നേരെ പാളയമിറങ്ങിയാൽ ഞാൻ ഭയപ്പെടില്ല. ഒരു സൈന്യമെൻ്റെ നേരെ പാളയമിറങ്ങിയാൽ ഞാൻ ഭയപ്പെടില്ല. കരുതുമെന്നു ഞാൻ കരുതിയ ആരും വന്നില്ല കാണുവാൻ. കരുതുമെന്നു ഞാൻ കരുതിയ ആരും വന്നില്ല കാണുവാൻ. കരഞ്ഞു ഞാൻ എൻ്റെ ഭാരത്താൽ, അരികിൽ വന്നവൻ സ്നേഹത്താൽ. കരഞ്ഞു ഞാൻ എൻ്റെ ഭാരത്താൽ, അരികിൽ വന്നവൻ സ്നേഹത്താൽ. യേശുവൻ്റെ കൂടെയുണ്ട്, എൻ്റെ കോട്ടയും ശരണവുമേ. യേശുവൻ്റെ കൂടെയുണ്ട്, എൻ്റെ കോട്ടയും ശരണവുമേ. ഒരു സൈന്യം എൻ്റെ നേരെ പാളയമിറങ്ങിയാൽ ഞാൻ ഭയപ്പെടില്ല. നാളെയെ ഓർത്തു ഭാരമോ നാളുകളേറെ ഇല്ലിനി. നാളെയെ ഓർത്തു ഭാരമോ നാളുകളേറെ ഇല്ലിനി. കാഹളധ്വനി കേട്ടിടാൻ കാലമില്ലിനി തികർത്തിടാൻ. കാഹളധ്വനി കേട്ടിടാൻ
കാലമില്ലിനി ഏറെയായി യേശുവൻ്റെ കൂടെയുണ്ട്, എൻ്റെ കോട്ടയും ശരണവുമേ. ആമേൻ. യേശുവൻ്റെ കൂടെയുണ്ട്. പ്രിയപ്പെട്ടവരെ, പാട്ടിൻ്റെ അവസാനം ഇങ്ങനെയാണ്: കാഹളധ്വനി കേൾക്കാൻ ഇനി ഏറെ ഇല്ല, കാഹളധ്വനി കേൾക്കുവാൻ കാലം ഇനി ഇല്ല. നീ കാത്തിരിക്കുവല്ലേ കർത്താവിൻ്റെ കാഹളധ്വനി കേൾക്കുവാൻ. വിശുദ്ധ ആമേൻ വേലയിലേക്ക് ഇറങ്ങിയ പ്രിയപ്പെട്ട സഹോദര, നിത്യരാജ്യത്തിന് വേണ്ടി ഇറങ്ങിയ പ്രിയപ്പെട്ട സഹോദരി, ഹാലലുയ. എന്നാൽ ഹാലലുയ ദൈവത്തിൻ്റെ വചനം പറയും കൂടെ ചെയ്യണം. ഹാലലുയ. ആമേൻ. സ്തോത്രം. ഹാലലുയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. കർത്താവ് പറയുകയാണ്, എൻ്റെ ആലയം സകല ജാതികൾക്കുമുള്ള പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും. സ്തോത്രം. ആമേൻ. അതല്ലേ ആമേൻ. എൻ്റെ ശരണവും എൻ്റെ കോട്ടയും എൻ്റെ ഉറപ്പും എൻ്റെ പാറയും ആയ ദൈവം എന്നെ വിളിച്ചത്. 13-ാം സങ്കീർത്തനത്തിൽ പറയുന്നു, എൻ്റെ കർത്താവേ, നിൻ്റെ രക്ഷ ഓർത്തിട്ട് എനിക്ക് ആനന്ദമുണ്ട്. ഹാലലുയ. അതുകൊണ്ട് ആമേൻ, ഈ മഹാദൈവം പറയുകയാണ്. ഹാലലുയ പറഞ്ഞിരിക്കുന്നു. ഹാലലുയ. ആമേൻ. ലൂക്കോസിൻ്റെ സുവിശേഷം 11-ാം, മർക്കോസിൻ്റെ സുവിശേഷം 11-ാം അധ്യായം. ഹാലലുയ. സ്തോത്രം. ആമേൻ. 17-ാം വാക്യം ഇങ്ങനെ പറയുന്നു, എൻ്റെ ആലയം സകല ജാതികൾക്കും പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും. അത് ഒരു ജാതി എന്നല്ല, ആമേൻ, ജാതികൾക്കുമുള്ള. ഹാലലുയ. പ്രിയപ്പെട്ട സ്നേഹിതരെ, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാനൊന്ന് പറയട്ടെ. ജാതി മത വർഗ്ഗവർണ്ണ വ്യത്യാസമില്ലാതെ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരി, കഴിഞ്ഞ ദിവസം ഹാലലി കേട്ടു. ആമേൻ. 90കളിൽ തൊട്ട് 2000 ചില്ലുവാനം വർഷങ്ങളൊക്കെ ആണ്ടുകളിലൊക്കെ ദൈവദാസന്മാരെ ഓടിച്ചിട്ടടിക്കുമായിരുന്നു. ആ വർഷങ്ങളൊക്കെ ഞാനും ചിന്തിക്കുന്നു. ഞാനും ആമേൻ ദൈവജനത്തെ, അതായത് രക്ഷയിലേക്ക് മാറിയ എൻ്റെ സഹോദരങ്ങളെയൊക്കെ വീട് കയറി ഉപദ്രവിച്ചിട്ടുള്ളതാണ് ഞാൻ. ഹാലലുയ. ഞാൻ പറയാം, രക്ഷയറിഞ്ഞ ദൈവം, ആമേൻ, മനുഷ്യർ രക്ഷ ഈ യേശു വിളിച്ച് വേർതിരിച്ച ദൈവജനം, ഞങ്ങളാരും മൗനമായിരിക്കില്ല. എന്താണ് പറയുന്നത്? കർത്താവ് പറഞ്ഞു, സകല ജാതികൾക്കുമുള്ള പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും. അവിടേക്ക് നിങ്ങളും വരുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഹാലലുയ. അതാണ് കർത്താവ് മറ്റൊരു ഭാഗത്ത് പറഞ്ഞത്, പോകുവിൻ നിങ്ങൾ. ഹാലലുയ. നിങ്ങൾ ഹാലലുയ പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പറയുവാൻ, സകല ജാതികളെയും എൻ്റെ ശിഷ്യരാക്കിക്കൊള്ളുവിൻ എന്ന് ദൈവത്തിൻ്റെ വചനം മറ്റൊരിടത്ത് പറയുന്നു. അതുകൊണ്ട് ഈ യേശു ജീവിക്കുന്നു. ഈ കർത്താവ് വരാറായി. കാഹളം ധ്വനിക്കുവാൻ ഇനി അധികം നാൾ ഏറെയില്ല. കർത്താവ് വരാറായി. ഒരുങ്ങാം, പ്രത്യാശയോടായിരിക്കാം. ദൈവം നിങ്ങളെ ഏവരെയും സഹായിക്കട്ടെ. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഹാലലുയ. ഞാൻ ഒരു TV-യിലെ വാർത്തയിൽ കേട്ടതാണ്, ദേവദാസന്മാരെ ഓടിച്ചിട്ട് അടിച്ച കാലമുണ്ടായിരുന്നു. ഇന്നും അതൊക്കെ തന്നെ ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും നടക്കുന്നു. ഞങ്ങൾക്ക് പ്രതികരിക്കാനൊന്നുമില്ല. പക്ഷെ ഒന്ന് ഞാൻ പറയാം, നീ പോകാൻ പോകുന്നത്, തിരുവചനം പറയുന്നത്, കെടാത്ത തീയിലേക്കാണ്. ന്യായവിധി വരാൻ പോവുകയാണ്. ദൈവത്തിൻ്റെ ഹാലലുയ, ദൈവത്തിൻ്റെ ന്യായവിധി വരും. ആമേൻ. ഇന്ന് ഹാലലുയ ഞങ്ങൾ പഴിയും നിന്ദയും ദുഷിയും ആമേൻ എല്ലാം കേൾക്കും. പക്ഷേ കർത്താവ് നീതിമാനാ. ദൈവം തമ്പുരാൻ ഹാലലുയ പറയുന്നു, ആമേൻ, നീതിയോടെ ന്യായം വിധിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന്. ഹാലലുയ. ആ ദൈവത്തിൻ്റെ കാഹളം കേൾക്കാറായി. കർത്താവിൻ്റെ ആമേൻ വരവിന് സമയമായി. ഒരുങ്ങാൻ, കാത്തിരിക്കാൻ, പ്രത്യാശയോടെ ഇരിക്കാൻ. കർത്താവ് എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ആൾ. ഹാലലുയ.